എല്ലാവർക്കും അമ്മു സവിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഉഷ്ണതരംഗം എല്ലാവരെയും വലച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങളുടെ ഉഷ്ണം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളം കുളിർപ്പിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊന്നും തരുന്നില്ല എന്നല്ലേ കംപ്ലൈൻറ്റ്. ഞാൻ സ്പെഷ്യലായിട്ട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്കൂ കേട്ടോ. കഴിച്ചിട്ട് പറയും. കിട്ടുന്നില്ലേ? സിന്ധുവിന് ഏത് കളറ് വേണ്ടെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോട്ടോ. ഐസ്ക്രീം നോക്കട്ടെ. ഷേപ്പുകൾ പലവിധം. ഏത് ഷേപ്പ് വേണ്ടേ? അയാളെ എന്തും കഴിക്കും. ആൾക്ക് തണുപ്പുള്ളതാണ് ആവശ്യം. ആ അതെ. ആ ഇങ്ങോട്ട് പാത്തു ഇങ്ങോട്ട് നോക്കുക. എന്നിട്ട് കഴിക്കും. അന്നിമത്തൻ നന്നായിട്ടോ? എടുക്ക് മീനെടുക്ക്. തണുപ്പല്ലേ? നമ്മൾ പിന്നെ ഇയാളെ ഒന്ന് എടുക്കണത് ഐസ്ക്രീം ഇഷ്ടമായില്ലോ. അപ്പൊ ഇതെല്ലാവരോടും പറയാം. ഇങ്ങനെ ഒരു ചാനലുണ്ട്, അതൊക്കെ കാണുക, ഉണ്ടാക്കി നോക്കുക. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിന്റെ എല്ലാ സ്റ്റെപ്പും ഞാൻ വീഡിയോ ഇടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. കഴിക്കൂ. ഇപ്പൊ കാലത്തൊരാൾ പറ്റുന്ന പറഞ്ഞാൽ ഉച്ചമണിക്ക് ഉണ്ടാക്കി ഉച്ചയ്ക്ക് പറഞ്ഞ ആൾക്കാർ കൊടുക്കാം. ആ മൂപ്പര് ഐസ്ക്രീമിന്റെ ഉസ്താദാണ്. അപ്പൊ അതുണ്ടാക്കി അത് കാണാൻ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. പാത്തു ലോക്കിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സിന്ധു? ഇങ്ങോട്ട് നോക്ക്. ഇത് കുട്ടികൾക്ക് പോലും വേഗം ഉണ്ടാക്കാം. അത്രയും എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ തന്നിട്ടാ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണേ. എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. നല്ലൊരു തണ്ണിമത്തൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നല്ല സൂപ്പർ തണ്ണിമത്തൻ അതേപോലെ കട്ട് ചെയ്യാണ്. അതിലത്തെ കുരുവൊക്കെ മാറ്റുക. ചില തണ്ണിമത്തനിൽ അധികം കുരു ഉണ്ടാവില്ല, ചിലതിൽ കുരു നല്ലപോലെ ഉണ്ടാവും. അതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുരുവൊക്കെ മാറ്റിയെടുക്കാം. പിന്നെ കുരു രണ്ടെണ്ണം കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കുരുവിനും അതിൻ്റേതായ ഗുണമുണ്ട്. ഒരു കയ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നില്ല. അതുകൊണ്ട് അത് കളയുക. അപ്പോൾ തണ്ണിമത്തൻ ഇങ്ങനെ ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാതെ ജ്യൂസാക്കണ്ട. കുറച്ച് കഷ്ണം പോലെയൊക്കെ കിടക്കുന്ന വിധത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ തണ്ണിമത്തന്നെ അത്ര വലിയ കളറൊന്നും കാണാനില്ല. അപ്പോൾ അതിൽ അഡൾട്രേഷനൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അതായത് വേറെ സാധനങ്ങളൊന്നും കുത്തി വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതെങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്, അത് അതിൽ മായം ഉണ്ടോ എന്ന് അറിയാൻ നമുക്കൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. അതാ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒപ്പി നോക്കുക. അപ്പോൾ ഒപ്പി നോക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ കളറൊന്നുമില്ലെങ്കിൽ അത് നല്ല തണ്ണിമത്തനാണ്. അതിൽ മായമൊന്നുമില്ല. കളറുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ, അതുപോലെ കളറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മായം ചേർന്ന തണ്ണിമത്തനാണെന്നാണ്. ഈ കളർ കിട്ടാനും മധുരം കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ചില കെമിക്കൽ, ഇപ്പോൾ ചില ദ്രോഹികളായ ആൾക്കാർ അവനവൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കണവർ ചെയ്യുന്ന കൂടുതൽ കൃത്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യം. അപ്പോൾ തണ്ണിമത്തൻ കഴിക്കുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് ഒപ്പി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. എന്നിട്ട് ഞാൻ തണ്ണിമത്തനത്തെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ മിക്സിയിലിടുകയാണ്. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത്രേ വേണ്ടൂ.
നല്ല മധുരമുള്ള മുട്ട. ഇത് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചത്, ഞാൻ 5-6 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഷുഗർ കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഞാനൊരു 6 ടീസ്പൂണാണ് ഇട്ടത്. അത് പൊടിച്ചെടുത്തത് ഇട്ടു. പിന്നെ ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്, കുറച്ച് ചെറുനാരങ്ങ നീര്, 1/2 ലെമണിൻ്റെ ജ്യൂസ് അതും കൂടി ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കിട്ടിയില്ല തോന്നുന്നു. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കഷ്കശാണ് കേട്ടോ. അത് കുറച്ച് ഇതിലിടുന്നുണ്ട്, കുതിർന്നിരിക്കുന്നുണ്ട്. അത് ഞാൻ ഇടുന്നുണ്ട് കുറച്ച് കേട്ടോ. പിന്നെ ഇതിലിടുന്നത് കുറച്ച് അനാറിൻ്റെ പീസാണ്. അനാറിൻ്റെ വിത്ത്, അതായത് മാതള നാരങ്ങയുടെ അല്ലി കുറച്ച്. അത് ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ വെറുതെ ഇട്ടാണ്. വേണമെങ്കിൽ എന്നുള്ളവർ ഇട്ടാൽ മതി, അത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു സുഖമല്ലേ, അതിന് വേണ്ടി ഇട്ടതാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി, അതായത് തണ്ണിമത്തൻ ക്രഷ് ചെയ്തത്, കുറച്ച് മാതള നാരങ്ങയുടെ അല്ലി, അത് നിർബന്ധമില്ല കേട്ടോ. പിന്നെ കശ് വെള്ളത്തിലിട്ട് കുതിർത്തിയത്, ആവശ്യത്തിന് പഞ്ചസാര, ഒരു നുള്ളുപ്പ്, 1/2 ലെമണിൻ്റെ ജ്യൂസ്. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീം മോഡിലേക്ക് ആക്കി വയ്ക്കുകയാണ്. ഇതില്ലെങ്കിലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഗ്ലാസ്സിലാക്കി വെച്ചാലും കുഴപ്പമില്ല. അപ്പോഴും നമുക്കത് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ മോൾഡിൽ ഒഴിച്ച് വയ്ക്കുകയാണ്. അത് എന്നിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ അതാ മോൾഡൊക്കെ അടച്ച്, ആ കപ്പൊക്കെ അടച്ച് നല്ല ഫിറ്റായിട്ട് അടച്ചിട്ട് ഞാനത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ ഫ്രീസറിൽ വെച്ചു. അത് ഒരു രാത്രി വെക്കണമെന്നില്ല, പക്ഷെ രാത്രി വയ്ക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് രാത്രിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി അത് അവിടെ കയറ്റി വെച്ചു. പിറ്റേന്ന് വന്ന അതിഥികൾക്ക് വിളമ്പുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. എൻ്റെ അയൽവക്കക്കാരായ കൂട്ടുകാരാണ് അവർക്ക് വിളമ്പുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ PM കോങ്ങാട്ടിൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവരും സുഖമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം വിടാം.